നാമത്തിന് മക്കളുണ്ടാകട്ടെ. കർത്താവ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ദൈവം നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിച്ച ഒരു ഭാഗമായിരുന്നു ഡിസ്കറേജ് ആയിരിക്കുന്ന, ബലഹീനമായിരിക്കുന്ന ഒരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കുന്ന നമ്മളെ അവനെ കർത്താവ് എങ്ങനെ സഹായിച്ചു, എങ്ങനെയാണ് ഡിസ്കറേജ് ആയിരുന്ന തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് റീച്ച് ചെയ്യുകയും അവരെ ഉത്സാഹിപ്പിക്കുകയും അവരെ കർത്താവിന്റെ സ്നേഹത്തിലോട്ട് കൊണ്ടുവരികയും ചെയ്തതെന്ന് കുറിച്ച് നമ്മൾ കേട്ടു. കഴിഞ്ഞ ചൊവ്വാഴ്ച നമ്മൾ കേട്ടു ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചു വീഴാതെ ദൈവസന്നിധിയിലായിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കേട്ടു. അത് കഴിഞ്ഞ ശേഷം ഒരു കാര്യം കൂടെ ഇടയ്ക്ക് പറയുന്നത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് കർത്താവിനെ ആരാണ് എന്നത് തിരിച്ചറിയുക എന്നതിനെ കുറിച്ചാണ്. So we'll read the verse based on that in Romans chapter 8. നമുക്ക് 8-ാം അധ്യായത്തിൽ റോമർക്ക് ലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകും. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൽ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തുവിൽ കടന്നു വന്നപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ ഒരു പ്രിവിലേജ്, ഏറ്റവും വലിയൊരു പദവി, വാട്ട് ഡിഡ് വി ഗെറ്റ് when we become a Christian? നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തപ്പോൾ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൂടെ നടക്കാനായിട്ട് നമ്മൾ മനസ്സ് വെച്ചപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും വലിയ സമ്പത്ത് ഏതാണ്? ആ കാര്യത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് പറഞ്ഞത്? As many as are led by the Spirit of God, these are sons of God. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ മക്കളാണ്. We are called as sons of God. ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കാനുള്ള പദവി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നപ്പോഴേക്കും നമുക്ക് ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കാനുള്ള പദവി നമുക്ക് കിട്ടി. അത് തന്നെയല്ല, അവിടെ പറഞ്ഞിരിക്കുന്നു, അടുത്ത വാക്യത്തിരിക്കുന്നു, you did not receive a spirit of bondage again. 15-ാമത്തെ വാക്യം, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. ഇവിടെ സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, നമ്മളെ അഡോപ്റ്റ് ചെയ്ത, അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ നമുക്ക് തന്ന ആ ദൈവം നമുക്ക് തന്ന പ്രിവിലേജ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൽ ആയ നാൾ മുതൽ പിന്നെ നമ്മള് ദൈവത്തെ വിളിക്കുന്നത്, ദൈവം ആയിരിക്കുമ്പോൾ തന്നെ ദൈവത്തെ നമ്മൾ എങ്ങനെയാ വിളിക്കുന്നത്? അബ്ബാ പിതാവേ എന്ന് വിളിക്കുക എന്ന് പറയുമ്പോൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ എർത്തിൽ ആയിരിക്കുന്ന നമ്മുടെ ലോകത്തിലെ പിതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒത്തിരി പരിമിതികളുണ്ട്. നമുക്കറിയാം, നമുക്ക് ഒത്തിരി പരിമിതികളുണ്ട്. ആ പരിമിതികളിലൊക്കെ നിന്നുകൊണ്ടാണ് നമ്മൾ പിതാവ് എന്നുള്ള ഒരു ഡ്യൂട്ടി നമ്മൾ നിർവഹിക്കുന്നത്. എന്നാൽ പരിമിതികൾ ഇല്ലാതെ ഉള്ള ഒരു പിതാവ്, God who can do all things, നമ്മൾ പാടിയതുപോലെ സകലതും സാധ്യമായ ഒരു ദൈവം, ആ ദൈവത്തെ നമുക്ക് ഇപ്പോൾ എന്ത് വിളിക്കാൻ കഴിയുന്നു? അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ കഴിയുന്നു. അത് നമ്മളുടെ ജീവിതങ്ങളിൽ യാഥാർത്ഥ്യമായിട്ടുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ദൈവമേ ദൈവമേ എന്ന് വിളിക്കുന്നതും പിതാവേ എന്ന് വിളിക്കും. കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും അദ്ദേഹം എങ്ങനെ പ്രാർത്ഥിച്ചു? പിതാവേ എന്നുള്ള വിളിയാണ്, പിതാവേ. സോ ദാറ്റ് മീൻസ് വി ഹാവ് എ ഫാദർ. അപ്പം അത് നമ്മളുടെ ജീവിതത്തിൽ ഓരോ സാഹചര്യങ്ങളും മനസ്സിലാക്കിയെടുക്കേണ്ട വലിയ ആവശ്യമാണ്. പിതാവിനെ കണ്ടിട്ടില്ലാത്ത ഒരു കൊച്ചെന്ന് പറയുമ്പോഴേക്കും ആ പിതാവിന്റെ അടുക്കിലോട്ട് ചെല്ലാൻ പോലും ചിലപ്പോൾ പേടിക്കുമായിരിക്കും, അല്ലേ? നമ്മൾ കാണാൻ കുറച്ച് നാളുകളൊക്കെ കഴിഞ്ഞിട്ട് പിതാവ് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും, ഞാൻ മോനെ എന്ന് പറഞ്ഞ് ചെല്ലുമ്പോഴേക്കും പിതാവിനെ കാണുമ്പോൾ കൊച്ചിന്റെ ഒരു സൈഡിലോട്ട് പോകും. എന്താ കാര്യം? പിതാവിനെ അറിയത്തില്ല, കൊച്ചനെ അറിയത്തില്ല. പക്ഷേ ഡേ ടു ഡേ യു വാക്ക് വിത്ത് ദ ലോർഡ്, ദൈവവുമായിട്ട് നമ്മൾ അടുത്ത് വന്നു കഴിയുമ്പോൾ പിന്നെന്ത് കഴിയും? നമുക്കറിയാം ഈ ആരെ സംസാരിക്കുന്നത്, ആരാണ്, എത്ര മാത്രം നമ്മൾ ഈ ആളിൽ വിശ്വസിക്കാൻ കഴിയും എന്നുള്ളൊരു ബോധ്യം നമുക്ക് തിരിച്ചറിവിലേക്ക് വരും. അതാണ് നമുക്ക് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നത്. എത്രമാത്രം നമുക്ക് ഈ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് അങ്ങനെ ഒരു ചിത്രം മനോഹരമായ ബൈബിളിനകത്തുണ്ട്. നമുക്ക് ഉൽപ്പത്തി പുസ്തകം, ഉൽപ്പത്തി 22-ാമത്തെ അധ്യായം. അബ്രഹാമിന്റെ ജീവിതത്തില് നമുക്കറിയാം, ഉൽപ്പത്തി 22
അബ്രഹാം ഇസ്ഹാക്കിനെ യാഗം കഴിക്കാനായിട്ട് കൊണ്ടുപോകുന്ന അധ്യായമാണ് 22-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുന്നതായിട്ടുള്ള ഒരു കാര്യം. ആ പോകുന്ന പോക്കിൽ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഒത്തിരി ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ ഉണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മകന്റെ മനസ്സിലും ധാരാളം ചോദ്യങ്ങൾ നിന്നിരിക്കുന്നു. ആ കുടുംബത്തിൽ അന്ന് വളരെ ദുഃഖം കെട്ടി നിന്നിരുന്ന ഒരു സമയമായിരിക്കും. എന്താണ് ഉണ്ടാകാൻ പോകുന്നത്? നമ്മുടെ ജീവിതത്തിൽ പ്രിയ സഹോദരങ്ങളെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ ഇങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകളിൽ കൂടി കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷെ അബ്രഹാമിന്റെ ജീവിതത്തിൽ ഇതൊരു ഫസ്റ്റ് ഇൻസിഡന്റ് ആയിരുന്നില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇറങ്ങിയ നാൾ മുതൽ വളരെ അൺസർട്ടനിറ്റി കൂടിയാണ്, അനിശ്ചിതത്തിൽ കൂടിയാണ് ദൈവം അദ്ദേഹത്തെ നടത്തിക്കൊണ്ടുപോയത്. കാരണം അദ്ദേഹത്തിനോട് പറഞ്ഞില്ല എങ്ങോട്ടാണ് പോകണമെന്നുള്ളതിനെ കുറിച്ച്, സ്ഥലം അദ്ദേഹത്തിനോട് പറഞ്ഞില്ല. അദ്ദേഹത്തിന് ഓരോ ദിവസവും ഇന്നടത്തോട് തിരിയണമോ ഇങ്ങോട്ടുള്ള കാര്യത്തെ കുറിച്ച് ഒരു ഡീറ്റെയിലുകളും കൊടുക്കാതെയാണ് അദ്ദേഹത്തെ മുമ്പോട്ട് നടത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുമ്പോട്ട് നടത്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു ചോദിച്ചാൽ ധാരാളം പ്രശ്നങ്ങൾ അദ്ദേഹം വിവരിച്ചു. ഈ പ്രശ്നത്തിൽ കൂടെ ഒക്കെ ഒരു കാര്യം അബ്രഹാമിന് മനസ്സിലായി, എനിക്ക് ആരുണ്ട്, എനിക്കൊരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവമുണ്ട്, എനിക്കൊരു പിതാവുണ്ടെന്നൊരു ബോധ്യം അദ്ദേഹത്തിന് വന്നു. ഇപ്പോൾ ചോദ്യം അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ള മോന്റെ ചോദ്യമാണ് അപ്പൊ ചോദിക്കുന്ന ചോദ്യം 7-ാമത്തെ വാക്യം. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പ എന്ന് പറഞ്ഞതിന് അവൻ എന്താകുന്നു മകനെ എന്ന് പറഞ്ഞു. തീയും വിറകുമുണ്ട്, എന്നാൽ ഹോമയാഗത്തിന് ആട്ടിൻകുട്ടി എവിടെ എന്നാണ് ചോദിച്ചു. ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഒന്നിച്ച് നടന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന ചോദ്യം വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. വാട്ട് കാൻ ഐ ഡു നെക്സ്റ്റ്? അടുത്ത മോമെന്റിൽ എന്താണ് നടക്കാൻ പോകുന്നതിനെ കുറിച്ച് ഒരു പിടിയും അബ്രഹാമിനില്ല. അബ്രഹാം ജസ്റ്റ് വിശ്വാസത്തിൽ നടക്കുക എന്ന് പറയുമ്പോൾ അനിശ്ചിതത്തിൽ കൂടെ തന്നെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് നടക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് ദൈവം നമ്മളെ മുമ്പോട്ട് നടത്തുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയത്തില്ല. അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം പല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയത്തില്ല. ഏകദേശം രൂപരേഖകളൊക്കെ അറിയാമെങ്കിലും പൂർണ്ണമായിട്ടൊന്നും അദ്ദേഹത്തിന് അറിയത്തില്ലായിരുന്നു. അദ്ദേഹത്തിന് മുമ്പോട്ട് പോകുമ്പോൾ എന്താ നടക്കാൻ പോകുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹത്തിന്റെ മകൻ ചോദിക്കുകയാണ്, അപ്പ my father, he said, here am I, son. Then he said, look, the fire and the wood, but where is a lamb for a burnt offering? ഇത് നമുക്ക് യാഗം കഴിക്കാൻ പോവുകയാണെന്നൊക്കെ അദ്ദേഹത്തിന് അറിയാം. അപ്പോ ഞാൻ ചോദിക്കുകയാണ്, ആടെവിടെ? നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുടെ മുമ്പിൽ വരുമ്പോഴേക്കും നമുക്കൊരു ഉത്തരവില്ല. അദ്ദേഹത്തിന് ഉത്തരവില്ല, അബ്രഹാം പിതാവിനും ഉത്തരവില്ല. അപ്പോൾ അബ്രഹാം പിതാവിന് മറുപടി പറയണം, മൈ സൺ, ഗോഡ് വിൽ പ്രൊവൈഡ്. എന്താണ് ഉത്തരം? ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം പ്രൊവൈഡ് ചെയ്യും. അപ്പം പല സാഹചര്യങ്ങളിലും നമുക്ക് ഉത്തരവില്ല. പക്ഷെ നമ്മൾ സ്വർഗത്തിലെ അപ്പന്റെ മകനാണ്, മകളാണെങ്കിൽ നമുക്ക് ഈ കോൺഫിഡൻസിൽ മറ്റുള്ളവരോട് പറയാനായിട്ടും മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാനായിട്ടും നമുക്ക് കഴിയും. കാരണം വ്യക്തിപരമായി നമ്മൾ ജീവിച്ചറിഞ്ഞവരാണെങ്കിൽ ഇത് നമുക്ക് പറയാനായിട്ട് കഴിയണം. എന്ത് നമുക്ക് പറയാനാണ്? ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ദൈവം എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും. ദൈവം എന്നെ സഹായിക്കും. ദൈവം എന്നെ മുമ്പോട്ട് നടത്തും. ഡു യു ഹാവ് ദാറ്റ് കോൺഫിഡൻസ് ദിസ് മോർണിംഗ്? നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിലോട്ട് കടന്ന് നമ്മൾ പറയാം ദൈവ മക്കളാണെന്ന് നമ്മൾ പറയുന്നത്. ദൈവ മക്കളാണെന്ന് നമ്മൾ പറയുമ്പോൾ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ്, യെസ് വി ഷുഡ് ബി ഓൾസോ ബി സെയിങ് ഗോഡ് വിൽ പ്രൊവൈഡ്. ദൈവം പ്രൊവൈഡ് ചെയ്യും, ദൈവം കരുതിക്കൊള്ളും എന്ന് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പറയാനായിട്ടും സാക്ഷ്യം പറയാനായിട്ടും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ കഴിയും. ഇങ്ങനെ ഒരു പക്ഷേ കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് കൈമാറേണ്ട ഒരു വിശ്വാസമാണ്, അല്ലെ? അടുത്ത തലമുറയോട് നമ്മൾ എന്താ പറയാൻ പോകുന്നത്? I don't know this God gave me so much uncertainty. My life is full of uncertainty. ഇനി എങ്ങോട്ടാ പോകണമെന്ന് അറിയത്തില്ല. ഈ ദൈവത്തെ പിൻപറ്റി കഴിഞ്ഞാൽ ഏകദേശം നിനക്കും ഇതൊക്കെ തന്നെ ഉണ്ടാവും എന്നുള്ളൊരു ചിത്രമാണോ നമ്മുടെ തലമുറയ്ക്ക് കൈമാറുന്നത്? അല്ല, നമ്മൾ പറയാൻ പോകുന്നത് യെസ്, മൈ ഗോഡ് നോസ് വാട്ട് ഈസ് ഹാപ്പനിങ്. എന്റെ പിതാവിന് അറിയാം ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. എനിക്കറിയത്തില്ലായിരിക്കും, ബട്ട് മൈ ഗോഡ് നോസ്. ഹല്ലേലൂയ. അപ്പൊ അബ്രഹാം പറഞ്ഞ ആ മറുപടി ഒന്നുകൂടെ വായിക്കാം. നമുക്ക് വായിക്കാം 9-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം. മൈ സൺ ഗോഡ് വിൽ പ്രൊവൈഡ്. 8-ാമത്തെ വാക്യം, ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളും മകനെ എന്ന് അബ്രഹാം പറഞ്ഞു. ഹല്ലേലൂയ. And that exactly we know. നമുക്കറിയാം അബ്രഹാം ആഗ്രഹിച്ചതുപോലെ തന്നെ ദൈവം ആ കാര്യങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യുന്നതാണ്. ലോകത്തിലെ കാര്യങ്ങളൊക്കെ നമ്മളെ സഹായിക്കാനായിട്ട് അപ്രാപ്യമാകുമ്പോൾ സഹായിക്കുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ടെന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കണം. കാരണം ലോകത്തിൽ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും പരിമിതികളുള്ളപ്പോൾ പരിമിതികളില്ലാതെ നമ്മളെ സഹായിക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്.
ആ ദൈവമാണ് നമ്മുടെ സ്വർഗത്തിലെ അപ്പൻ എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ബോധ്യവും ഉറപ്പും ഈ ദിവസങ്ങളിൽ നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാവണം. എല്ലാ കാര്യത്തിലും, ഏതൊരു കാര്യത്തിലാണെന്ന് പറഞ്ഞാൽ, ഒരു പക്ഷേ വളരെ പ്രായോഗികമായ ആരോഗ്യത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിനകത്തും ദൈവത്തിന്റെ അടുക്കിലോട്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കർത്താവേ, യെസ് വാട്ട് ഷാൽ ഐ ഡു, എന്താ ചെയ്യാനിരിക്കുന്നത്? യെസ് മൈ ഗോഡ് വിൽ പ്രൊവൈഡ്, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രൊവൈഡ് എന്ന് പറയാനായിട്ടുള്ളൊരു ധൈര്യം, ഒരു ഉത്സാഹം നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ പറയാം നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ പറയണം. പക്ഷെ ഒരു കാര്യം പറയണം, അത് പറയുന്നതിനെക്കാട്ടി കൂടുതൽ നമ്മളൊരു കാര്യം എന്ത് പറയണം? ദൈവം ആരാണ് എന്നുള്ള കാര്യങ്ങൾ പറയണം. അത് നമ്മൾ പറയണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണം എന്നുള്ളതിന്റെ കാര്യത്തെ കുറിച്ച് നമ്മൾ ആകെ അങ്ങിരുന്നു പോകും. പക്ഷെ ഒരു കാരണം, മൈ ഗോഡ് ഈസ് എ ഗോഡ് ഹൂ ക്യാൻ പ്രൊവൈഡ് ഔട്ട് ഓഫ് നത്തിങ്. നമുക്ക് അബ്രഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഈ ഒന്നുമില്ലാത്തത് അതിനെ വിളിച്ചു വരുത്തുവാൻ കഴിയുന്നത് ദൈവമാണ്. അങ്ങനെയാണ് അബ്രഹാം വിശ്വസിച്ചത്, അല്ലെ? അബ്രഹാമിന് അറിയാമായിരുന്നു ഇനി ഈ മകൻ മരിച്ചാലും ഈ മകനെ ഉയർത്തുവാൻ കഴിയുന്നത് ദൈവമാണ്. ആ ദൈവത്തിന് മുമ്പിലാണ് ഞാൻ ജീവിക്കുന്നത് പൂർണ്ണ ബോധ്യം, ട്രസ്റ്റിലോട്ട് വന്നു. How did it happen? ഒരു രാത്രി കൊണ്ട് സംഭവിച്ച കാര്യമല്ല. കുറച്ച് വർഷങ്ങളായി കർത്താവിനെ പിൻപറ്റി, കർത്താവിൽ നിന്ന് കേട്ട്, കർത്താവിനോട് നടന്നുണ്ടായ ഒരു ട്രസ്റ്റാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ, നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന ഇവിടുന്ന് വലിയ സമ്പത്ത് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ക്വാളിറ്റി വെച്ച് അബ്രഹാമിന്റെ ഒടുവിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എന്താ അവർ പറഞ്ഞതറിയാം? ഹീസ് മൈ ഫ്രണ്ട്, അല്ലേ? എന്റെ കൂട്ടുകാരനായ, അല്ലേ? എന്ന് പറഞ്ഞാൽ സംതിങ് വിച്ച് ഐ ക്യാൻ റിയലി ഷെയർ. ദൈവം ഷെയർ ചെയ്യുന്ന, ദൈവം ഹൃദയം തുറക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന അബ്രഹാം. അതെങ്ങനെ ഒരു ദിവസം കൊണ്ട് കിട്ടിയാണോ? അല്ല. അതേപോലെ നമുക്ക് രണ്ടിന്റെയും വ്യത്യാസം അറിയാം. അബ്രഹാം മമ്രയുടെ തോപ്പിലിരുന്ന് ദൈവത്തോട് സംസാരിക്കുന്ന സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ ലോത്തോ എവിടെയായിരുന്നു? പട്ടണവാതിക്കലിരുന്ന് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. രണ്ടിടമാണ്. മമ്രയുടെ തോപ്പിൽ, മമ്ര എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന്റെ പേരാണ്. ആ കൂട്ടുകാരന്റെ തോപ്പിൽ, അദ്ദേഹത്തിന് സ്വന്തമായ തോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു പക്ഷെങ്കിലുണ്ടായിരുന്നായിരിക്കാം. പക്ഷെ അദ്ദേഹം അവിടെ ഇരുന്ന് ദൈവത്തിന്റെ കാര്യങ്ങൾ, അവിടെയാണ് കർത്താവ് പല സമയത്ത് വരികയും ഭക്ഷണം കഴിക്കാനായിട്ട് കർത്താവ് വരികയൊക്കെ ചെയ്യുന്ന കാര്യം. എന്നാൽ ലോത്ത് പലപ്പോഴും വളരെ കാര്യങ്ങൾ, ലോത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ പല കാര്യങ്ങളുമായിരുന്നു അദ്ദേഹത്തിന്റെ കണ്ണിലുണ്ടായിരുന്നു. ലോത്ത് എന്തോ നോക്കിയത്? തന്റെ ആടുമാടുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പാത്രം നോക്കി. എന്നാൽ അവിടുത്തെ ജനം എങ്ങനെയുണ്ടെന്നും അവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയുണ്ടെന്നും, ഞാനിനി മുമ്പോട്ട് പോയാൽ എന്റെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകുമോ ഇല്ലയോ എന്നും ഒന്നും അദ്ദേഹം തീരുമാനിച്ചില്ല. അപ്പം ഇതൊന്നും നോക്കാതെ ലോകത്തിന് ആകെ നോട്ടമുള്ള എന്തുണ്ടായിരുന്നു? തന്റെ ആടിനും മാടിനും തിന്നാൻ വല്ലതും. പിന്നീട് അബ്രഹാം ഈ ലോത്തിന്റെ ജീവിതത്തിൽ ലോകത്തിന് ആകെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ കൗൺസിൽ മെമ്പേഴ്സ്. അദ്ദേഹം പട്ടണവാദിയിൽ ഇരുന്ന് കാര്യങ്ങൾ നടത്തി. രണ്ടിന്റെ വ്യത്യാസം മനസ്സിലായല്ലോ. അപ്പം പിന്നീട് നമ്മൾ കാണുമ്പോഴേക്കും അബ്രഹാമിന്റെ ജീവിതത്തിൽ ദൈവം കൂടെ നടന്നു. ഈവൻ സോദോമിനെ നശിപ്പിക്കുന്ന കാര്യം വരെ അബ്രഹാമിനോട് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. ഈസ് എ ഫ്രണ്ട്. ദൈവവുമായിട്ടുള്ള ആ ഒരു വിശ്വാസം. അപ്പം നമുക്കിത് സാധ്യമാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ദൈവം ആർക്കും വേണ്ടി പാർഷ്യാലിറ്റി കാണിക്കുന്നില്ല. നമ്മളോടും തന്നെ ദൈവം ഓപ്പൺ ചെയ്യണം. യെസ്. ആൻഡ് ഇവിടെ ആദ്യം വായിച്ച ഭക്തരോട് മടങ്ങി വരാൻ പറഞ്ഞിരിക്കുന്നത് God gave us the spirit of godliness. ദൈവം നമുക്ക് ഈ ദൈവത്തിന്റെ ആത്മാവിനെ തന്നപ്പോൾ, 8-ാമത്തെ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് പിന്നെയും പേടിക്കേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെ അല്ല, but we received a spirit of adoption by whom we cry out, Abba, Father. എല്ലാ സാഹചര്യങ്ങളിലും നമുക്ക് ദൈവത്തിന്റെ മുഖത്തോട് നോക്കി എന്റെ പിതാവേ എന്ന് വിളിക്കാനായിട്ടുള്ള, ഏതൊരു സാഹചര്യത്തിൽ വിളിക്കാനുള്ള ധൈര്യം, ഉത്സാഹം, ബലം. ഗലാത്യർക്കെതിരെ ലേഖനത്തിനകത്ത് അപ്പോസ്തലൻ പറയുന്ന കാര്യത്തിലേക്ക് വരുമ്പോഴേക്കും അതേ കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്. 4-ാം അധ്യായം 6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഗലാത്യർക്കെതിരെ ലേഖനം 4-6-7 വായിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ അതേ കാര്യം, മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, because your sons God has sent forth the spirit of his son into your hearts, crying out, Abba, Father. അബ്ബാ പിതാവേ എന്ന് വിളിച്ച് ദൈവത്തോട് സംസാരിക്കുകയും ദൈവത്തിന്റെ കൂടെ നടക്കുകയും ചെയ്യാനുള്ള പ്രിവിലേജ് നമുക്ക് ദൈവം തന്നപ്പോൾ, ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളുടെ ഉള്ളിൽ തന്നുകൊണ്ടാണ്
ആ ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്നു കൊണ്ട് നമ്മളെ കൂടെ നടത്തുന്ന ഒരു പിതാവാണുള്ളത്. പ്രൈസ് ദി ലോർഡ്. ആ ഒരു കൂട്ടായ്മയിലാണ് നമ്മൾ നടക്കുന്നത്. പരിശുദ്ധാത്മാവ് വന്നും പോയി നിൽക്കുന്ന ഒരു അനുഭവത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്ന. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ നടത്തുന്ന ഒരു അനുഭവത്തിലേക്ക് കുറിച്ചാണ്. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, and എപ്പോഴും the spirit of his son into your hearts crying out Abba Father. Therefore, അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു? You are no longer a slave but a son. വായിച്ചാൽ 7ാമത്തെ വാക്യം. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകും. ദാസനെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യത്തിനകത്തും ഒരു പേടിയും ഭയവും ഒക്കെ ഉണ്ടാവും അല്ലെ? ദാസന്റെ കാര്യത്തിൽ ദാസന് ഒരു കാര്യത്തെ കുറിച്ച് ഒരു നിശ്ചയമില്ല. ദാസന്റെ ജീവിതത്തിൽ യജമാൻ എന്ത് തീരുമാനിക്കുന്നു അതുപോലെ ആയിരിക്കും. പലപ്പോഴും ഇന്നും നമ്മൾ നമ്മുടെ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലോട്ട് വരുമ്പോഴേക്കും പലപ്പോഴും ദാസത്തിന്റെ ലെവലിലോട്ടൊക്കെ പോകാറുണ്ട് അല്ലെ? എനിക്ക് ദൈവം തരുമായിരിക്കുമോ, എനിക്ക് ദൈവം കരുതുമായിരിക്കുമോ എന്നൊക്കെ ഒരു ചോദ്യമൊക്കെ പലപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയുമോ? ഇപ്പോഴും പുത്രനാണെന്നുള്ള ബോധ്യം അല്ലെങ്കിൽ പുത്രിയാണെന്നുള്ള ബോധ്യമില്ല നമ്മുടെ ജീവിതത്തിൽ. അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ പഴയ അനിശ്ചിതത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഞാനിപ്പോൾ മകനാണ്. ആ മകനാണെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ എന്തുകൊണ്ട് അവകാശിയുമാണ്. എന്തിന്റെ അവകാശം? എന്തിന്റെ അവകാശം? 7ാമത്തെ വാക്യം വായിച്ച്. അങ്ങനെ നീ ദാസനല്ല പുത്രനത്രേ, പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. അവകാശിയാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, if a son then heir of God. ദൈവത്തിന്റെ കൂടെ ഉള്ള ഒരു അവകാശിയാണ്. ആ ദൈവത്തിന്റെ സ്വർഗീയ ധനത്തിന്റെ കൂട്ടത്തിലുള്ള അവകാശിയാണ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ ഒരു അവകാശം നമുക്ക് തന്നിരിക്കുന്നത് ക്രിസ്തു യേശുവിൽ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ സ്വർഗത്തിലേക്കുള്ള ഒരു അവകാശമാണെന്ന്. അപ്പൊ എന്താണ് അവകാശം നമുക്ക് തന്നിരിക്കുന്നത്? എഫെസ്യർക്ക് ലേഖനം 1-ാം അധ്യായം, എഫെസ്യൻസ് ചാപ്റ്റർ 1 3-ാമത്തെ വാക്യം. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ. ഇത് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ തലകൊണ്ട് മനസ്സിലാക്കും, പക്ഷെ അത് ഹൃദയത്തിൽ വിശ്വാസമായിട്ട് അനുഭവിച്ചിട്ടില്ല. വളരെ ശ്രദ്ധിച്ച് വായിച്ചു നോക്കണം. Blessed be the God of our Father, Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places in Christ. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്നും ഓൾറെഡി അനുഗ്രഹിച്ചിരിക്കുന്നു. നീ എന്നെ അനുഗ്രഹിക്കണേ നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? സ്വർഗത്തിലെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അല്ലെ അനുഗ്രഹിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെയാ ബൈബിൾ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ ബൈബിൾ എങ്ങനെയാ? എന്റെ ബൈബിൾ blessed us with every spiritual blessing. എന്ന് വെച്ചാൽ സ്വർഗത്തിലെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ പ്രിയസഹോദരങ്ങളെ, സ്വർഗത്തിന്റെ ആ പദവി നമുക്ക് തന്നപ്പോൾ ഇനി ദാസനല്ല മകനെന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളുടെയും ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കില്ല. വിശ്വസിക്കും. നമ്മള് സാധാരണ ചോദിച്ചാല് അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ കഷ്ടപ്പെടുന്നത് എന്തിനാണ്? അതാണ് നമ്മൾ അടുത്ത ഭാഗങ്ങൾ ചേർത്ത് വായിക്കണം. ജസ്റ്റ് as he chose. 4-ാമത്തെ വാക്യം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു പ്രോജക്ട് മാനേജറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു പ്രോജക്റ്റ് തീർക്കുമ്പോൾ ഇന്നതായി തീരണം എന്ന് ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു അലമാരി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കബോർഡ് ഉണ്ടാക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ തീരുമാനം വിചാരിച്ചത്. അദ്ദേഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ചെയർ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു കസേര ഉണ്ടാക്കണം എന്നാണെങ്കിൽ ഇവർ രണ്ടുപേരും ചിന്തിക്കുന്ന രീതികൾ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ? പ്രോജക്ട് മാനേജർ ചിന്തിക്കുന്നു ഈ പ്രോജക്റ്റ് തീരുമ്പോഴേക്കും ഇത് അലമാരി ആയിരിക്കുന്നു. പക്ഷെ ഇത് വർക്ക് ചെയ്യുന്നവൻ ചിന്തിക്കുന്നു ഇത് ഒരു കസേര ആയിരിക്കുന്നു. ഇത് രണ്ടും നമ്മൾ അലൈൻ ചെയ്ത് പോയില്ലെങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ വലിയ കഷ്ടത്തിലായി. നമ്മൾ വിളിച്ചിരിക്കുന്ന പിതാവ് നമ്മളെ വിളിച്ചിരിക്കുന്ന ആ ഒരു വഴിയിലേക്ക് ഉള്ള പ്രോജക്ട് മാനേജറിന്റെ ഹൃദയത്തിലെ താല്പര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. He chose us in him before the foundation. ലോകത്തിന് അടിസ്ഥാനം ഇടുന്നതിന് മുമ്പേ നമ്മളെ തെരഞ്ഞെടുത്തു. That we should be holy and without blame before him in love. എന്തിനു വേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തത്? എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തത്? വിശുദ്ധരും നിഷ്കളങ്കരുമായി അവന്റെ മുമ്പിൽ ബിഫോർ ഹിം, അവന്റെ മുമ്പിൽ നിൽക്കേണ്ടതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പം ദൈവം എന്ന പ്രോജക്ട് മാനേജറിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലെ ചിന്ത ഞാൻ എന്തായി തീരണമെന്നുള്ളതാണ്. ഞാൻ വിശുദ്ധരും നിഷ്കളങ്കരുമായി അവന്റെ മുമ്പിൽ നിൽക്കണമെന്ന്. ഇന്നലെ ഞാനൊരു സംസാരിച്ചപ്പോൾ എനിക്ക് നന്മ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ചോദിച്ച സകലതും. പിന്നെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു, എല്ലാം നന്മയ്ക്കായിട്ട് കൂടി വ്യാപരിക്കുന്നതെന്ന്. അപ്പൊ ഞാൻ എന്താണ് നന്മ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഉദ്ദേശിച്ച നന്മ എന്താന്ന് എനിക്ക് മനസ്സിലാകാനിട്ടില്ല. എനിക്ക് മനസ്സിലായി അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ ലോകത്ത് ഭൗതികപരമായ വിഷയങ്ങളിൽ ദൈവം ഒരു ഉന്നതങ്ങൾ നൽകണം എന്നുള്ളതാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ദൈവം എന്ന പ്രോജക്ട് മാനേജറുടെ മനസ്സിലുണ്ടാകുന്ന ചിന്ത ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തിൽ നമ്മൾ ഏറ്റവും മനോഹരമായ യാത്ര ചെയ്യുക, ഏറ്റവും മനോഹരമായ വീട്ടിൽ താമസിക്കുക, ഏറ്റവും മനോഹരമായ ജോലിയിലുണ്ടായിരിക്കുക, ഇതൊന്നുമല്ല അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ചിന്ത വ്യക്തമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. That we should be holy and without blame before him in love. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാണുന്ന മനോഹരമായതെല്ലാം എന്തിനായി ശേഷിപ്പിച്ചിരിക്കുന്നു? എന്തിനായിട്ട്? തീക്കാണ്. ഒരു ദിവസം ഇത് എത്ര മനോഹരമായി നമ്മൾ വെച്ചുകൊണ്ട് പോയാലും one day it will be burned. One day it will be burned. സാരം പറയായിരുന്നു, വണ്ടി എടുത്തിട്ട് വന്നിട്ട് ചോദിച്ചപ്പോൾ സാരം പറഞ്ഞില്ല, നമുക്ക് നടക്കാനാ ബ്രദറെ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ മാത്രമേ ഉള്ളൂ ഈ കാർ. അപ്പം ഈ സംഭവം ഇതൊക്കെയാന്ന് പറഞ്ഞാലും ഇവിടെയൊക്കെ ഉള്ളൂ ഈ കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഇതെല്ലാം തീക്കായിട്ട് ശേഷിപ്പിച്ചിരിക്കുന്നു. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, വാട്ട് ഈസ് ഗോഡ്സ് എയിം ഫോർ us. അപ്പൊ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും അദ്ദേഹം ക്രമീകരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എന്നെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ. അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ to make me holy and without blame before him in love, having predestined us to adoption as sons by Jesus Christ to himself according to the good pleasure of his will. താഴെ വായിച്ച വാക്യം, അവനിൽ തിരഞ്ഞെടുക്കുകയും ദൈവത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പൂർണ്ണതയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. അവന്റെ മുൻനിയമം നമുക്ക് വേണ്ടി who predestined us to adoption as sons by Jesus Christ എന്ന് പറയുമ്പോൾ എന്തിനാണ് എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ സന്നദ്ധിയിൽ ആ സ്വർഗീയ കൂട്ടായ്മയിൽ. നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ഇത് പെട്ടെന്ന് പോവുകയില്ല. കാരണം അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ Acts chapter 1 അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 6-ാമത്തെ വാക്യം, ഒരുമിച്ച് കൂടിയിരുന്നപ്പോൾ അവർ അവനോട്, കർത്താവേ, ഇസ്രായേലിന് ഈ കാലത്തുള്ള രാജ്യം യഥാസ്ഥാനമാക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. ഈ ശിഷ്യന്മാർ ഇത്രയും അത്ഭുതങ്ങളും കാര്യങ്ങളും ഒക്കെ കണ്ട ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിലെ ചോദ്യം അപ്പോഴും എന്താണെന്ന് അറിയാമോ? ഈ ലോകത്തിലെ രാജ്യം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ. മനസ്സിലാവുന്നു? നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രമേ ഉള്ളൂ ഈ ചിന്തകൾ. ഇതിന് നമ്മുടെ മനസ്സിനൊരു രൂപാന്തരം ഉണ്ടായേ പറ്റത്തുള്ളൂ. ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നൊക്കെ പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ചില കാര്യങ്ങൾ വളരെ ഭയങ്കര ഹൈ ടെക്നിക്കൽ ടേംസ് ആയതുകൊണ്ട് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ മനസ്സിലാക്കുക. എന്താണ് ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ താല്പര്യം എന്തു മാത്രമേ ഉള്ളായിരുന്നു? ഈ ലോകമേ എന്ന് മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ദൈവത്തിന്റെ ഹൃദയപ്രകാരം മനസ്സിനെ രൂപാന്തരപ്പെടുത്തി എടുക്കുകയാണ്. അപ്പോ ഇവിടെ ഈ ശിഷ്യന്മാരുടെ ചോദ്യം തന്നെ, കർത്താവേ, എന്നാണ് നീ ഈ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈസ് ദ ടൈം വി ആർ ഗോയിങ് ടു റിസ്റ്റോർ ദ കിങ്ഡം ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിലെ രാജ്യത്വം ഇവിടെയാണോ എപ്പോഴാണോ കൊണ്ടുവരാൻ പോകുന്നത് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. അപ്പോഴും ദൈവം പറയുന്നതിനെ കുറിച്ചാണ്. ഈ ലോകത്തിലെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഈ ലോകത്തിലെ ഒരു രാജ്യത്തിൽ നമ്മൾ മനോഹരമായ കൊട്ടാരത്തിൽ വാഴുമെന്നും അദ്ദേഹം ഇവിടുത്തെ ഒരു രാജാവായിട്ട് ആ നിലയിൽ വാഴുമെന്നും ഒന്നും കർത്താവ് പറയണം പറഞ്ഞില്ല. നമ്മളുടെ മനസ്സിലും
ഈ ഒരു ചിന്തകൾക്ക് വ്യത്യാസം വന്നില്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ആകെ ഭയങ്കര ഡിസ്കറേജ്മെന്റോടെ നമ്മൾ പോകും. എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ ജീവിതത്തിൽ ഇതൊക്കെ കൊണ്ടുവരുന്നത്? എന്തുകൊണ്ടാണ് കർത്താവ് ഇതെന്റെ ജീവിതത്തിൽ അലൗ ചെയ്യുന്നത്? Why you are allowing failures to come in my life? കാരണം നമുക്കറിയാം എബ്രായ ലേഖനം 11-ാം അധ്യായത്തില് അദ്ദേഹം പിതാവ് എന്നുള്ള സ്വഭാവത്തെ കുറിച്ച് പറയുമ്പോൾ പറയണം, as a father when you come to the Lord, ഇവിടെ പറഞ്ഞിരിക്കുന്നു 10-ാമത്തെ വാക്യം 11-ാമത്തെ വാക്യം chapter 12 verse 10 and 11. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും മാത്രമേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ശിക്ഷണങ്ങൾ തരുന്നതിന്റെ കാരണം എന്നാണ്? ബുദ്ധിമുട്ടുകൾ തരുന്നതിന്റെ കാരണം എന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില മോഡിഫിക്കേഷൻ നമ്മുടെ ജീവിതത്തിൽ ചില കഷ്ടത്തിൽ കൂടെ കടന്നു പോയെങ്കിലേ ഉണ്ടാകത്തുള്ളൂ. ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടത്തി വിട്ടാലേ ഉണ്ടാവുകയുള്ളൂ. അതിനുവേണ്ടിയാണ് ദൈവം നമ്മുടെ ചില ബുദ്ധിമുട്ടുകളിൽ കൂടെയും പ്രയാസത്തിലൂടെ കണ്ടത്. കാരണം ഇവൻച്വലി ഒടുവിലേക്ക് കർത്താവിന്റെ മുമ്പിൽ വിശുദ്ധിയോടെ നിൽക്കേണ്ടതിന്, നിഷ്കളങ്കമായി നിൽക്കേണ്ടതിന് നമ്മുടെ ഉള്ളിൽ മലിനതകൾ ഉണ്ടെങ്കിൽ നമുക്കറിയാം അദ്ദേഹം ഈ ഒരു സ്വർണത്തെയോ അല്ലെങ്കിൽ വെള്ളിയെയോ ഒക്കെ ശുദ്ധീകരിക്കുന്നത് വെള്ളമൊഴിച്ചല്ല. ആണോ? വെള്ളമൊഴിച്ചല്ല ശുദ്ധീകരിക്കുന്നത്. ശരിക്കും ചൂട് വെച്ച് തീയിലിട്ടാണ് ഇതിനെയൊക്കെ ശുദ്ധീകരിക്കുന്നത്. അപ്പം നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്നതും കർത്താവ് ഈ ഉലയിൽ കൂടെ കയറ്റി വിട്ടിട്ടാണ്. The furnace is hot. പക്ഷെ അതിനകത്ത് ദൈവത്തിന്റെ ഹൃദയത്തിനകത്തൊരു ചിന്തയാണ്. ദൈവത്തിന് അറിയാം എപ്പോ വരെ ഇത് കൊണ്ടുപോകണം, എത്ര നാൾ ഇത് കണ്ടിന്യൂ ചെയ്യണം. കാരണം അവൻ കഴിവിന് മീതെ പരീക്ഷിക്കുന്നില്ല. അപ്പൊ ഒരു തട്ടാൻ എങ്ങനെ ആ സ്വർണത്തിന്റെ മേൽ കണ്ണ് വെച്ചുകൊണ്ടോ ഇരിക്കുന്ന പോലെ, കാരണം ഒത്തിരി ചൂടാക്കിയത് അത് വല്ലാതെ ഒരുക്കി പോകും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കരുത് അവൻ നമ്മളെ കഷ്ടത്തിൽ കൂടെ കടത്തി വിട്ടേച്ച്, അല്ലെ അവൻ നമ്മളെ ബുദ്ധിമുട്ട് കൂടി കടത്തി വിട്ടേച്ച് അവൻ അവിടെ നിന്ന് റിലാക്സ് ചെയ്യാണ്. ഒരിക്കലുമല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ഒരു പിതാവ് ചിലപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടെ നമ്മുടെ ജീവിതത്തിൽ കടത്തി വിട്ടെന്നിരിക്കും. പക്ഷെ ആ ബുദ്ധിമുട്ടും നമ്മളോടുള്ള സ്നേഹത്തിന്റെ പ്രകടനമാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് ആ ഒരു ബുദ്ധിമുട്ട് കൂടെ കടത്തി വിടുന്നത്. പക്ഷെ എല്ലാ ബുദ്ധിമുട്ടുകളും ശിക്ഷണമാണെന്ന് ഒരിക്കലും എടുക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ എല്ലാത്തിനും നമ്മൾ വിചാരിക്കുന്നത്, ഓ ഞാൻ ചെയ്ത പാവമാണ്, എന്റെ പിതാവ് ചെയ്ത പാവം. കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്? അവൻ ചെയ്ത പാവമല്ല, അവന്റെ മാതാപിതാക്കൾ ചെയ്ത പാപം കൊണ്ടല്ല അവന്റെ ജീവിതത്തിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ കർമ്മദോഷം നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ചിന്ത എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും നമ്മുടെ പെട്ടെന്നുള്ള ചിന്ത, ഞാൻ രാവിലെ പൂച്ചയെ കണ്ടോണ്ടാണോ, അല്ലെങ്കിൽ എന്തൊക്കെ കാരണം പല കാര്യങ്ങളും നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പം അതാണ് ഏറ്റവും കൂടുതൽ വിശ്വാസമായി വരുന്നത്. പക്ഷെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ മനസ്സിൽ എഴുതിയിട്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ ഇറേസ് ചെയ്യാൻ ദൈവത്തോട് പറയണം. കർത്താവ്, എനിക്കിന്ന് ദൈവവചനം എന്റെ ജീവിതത്തിൽ ഒരു വിശ്വാസമായി തീരണം. കർത്താവിന്റെ വചനമാണ് നമ്മളെ പിന്നെയും സ്വതന്ത്രമാക്കുന്നത്. എന്റെ ഭയത്തിൽ നിന്ന് സ്വതന്ത്രമാക്കുന്നത് കർത്താവിന്റെ വചനം. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടാകത്തില്ലെന്ന് വിശ്വസിക്കണം. ലോകം പറയുന്നത് അങ്ങനെ ഉണ്ടാകും, നിങ്ങൾക്ക് ഹെറിഡിറ്ററി ആയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ കർത്താവിന്റെ വചനം ഇങ്ങനെയാണ് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണ് വിശ്വസിക്കേണ്ടിട്ടുള്ളത്. ഇവിടെയാണ് നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ദൈവവചനത്തിനകത്ത് പറയുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്തിയെടുക്കണം. അപ്പോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ക്രിസ്തുവേശു അളന്ന് കുറിച്ചാണ് ചേർന്നത്. നമ്മുടെ തലയിലെ ഓരോ മുടികളും അവൻ അറിയാമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം സംഭവിക്കുന്നവൻ അറിയില്ലേ? Yes, he knows it very well. അങ്ങനെയാണെങ്കിൽ അത്ര കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ നടത്തുന്ന ഒരു പിതാവിന്റെ മകനാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടോ? ആ ഒരു സന്തോഷം നമ്മുടെ ഹൃദയങ്ങളിലാക്കുന്നതാണ്. അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മൾ ക്രിസ്തുവേശുവോടുകൂടി അവന്റെ മകനാണെങ്കിൽ അവകാശിയുമാണ്. എന്താണ് അവകാശത്തിന് താല്പര്യം? കർത്താവ് പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക്, അല്ലേ? അത് നമ്മൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പേടി വരുന്നു. കർത്താവിന് എന്തായി പറയുന്നത്? കാരണം ചോദിച്ചാൽ എല്ലാം തരും. അങ്ങനെ ഒരു കാര്യം നടക്കുമോ? ഈ നിങ്ങളും അപ്പനും മകനുമായിട്ട് നല്ല ബന്ധമാണെങ്കിൽ നിങ്ങളുടെ ചെക്ക് ബുക്ക് എടുത്ത് എന്റെ മകന് കൊടുക്കാൻ ഒരു പേടി ഉണ്ടാകത്തില്ല. കാരണം മകനെ കുറിച്ച് നല്ല ബോധ്യം ഉണ്ടെങ്കിൽ. പക്ഷെ മകനെ കുറിച്ച് നല്ല അഭിപ്രായം ഇല്ലെങ്കിൽ അപ്പം കൊടുക്കത്തില്ല. പക്ഷെ അതുപോലെയുള്ളൊരു ബന്ധത്തിലേക്ക് കടന്നു വരുമ്പോൾ അപ്പന്റെ ചെക്ക് ബുക്ക് എടുത്ത് മകന് കൊടുക്കാനായിട്ടും ഒരു പേടിയുമില്ല.
ആ ഒരു നിലയിലാണ് അത് പറയുന്നത് നീ എന്റെ നാമത്തിൽ ചോദിച്ചാൽ ഞാനത് നൽകാമെന്ന് പറയുന്നത്. പക്ഷെ അപ്പോഴും അറിയാം അവൻ വേണ്ടാതെ ദൈവം എന്റെ ഹിതമല്ലാത്ത ഒരു കാര്യത്തിന് ഒരു ചെക്ക് ലീഫ് അവൻ എഴുതത്തില്ല. വ്യത്യാസം മനസ്സിലായോ? ആ ട്രസ്റ്റ് മനസ്സിലായോ? ആ ട്രസ്റ്റിലാണ് ആ കാര്യങ്ങൾ ഇരിക്കുന്നത്. അപ്പൊ പറഞ്ഞാൽ എന്റെ മകൻ എന്റെ ഹിതമല്ലാത്തൊരു കാര്യം ആ ചെക്ക് ലീഫിൽ എഴുതത്തില്ല, അവൻ വേണ്ടാതിനത്തിന് ആ ചെക്ക് ലീഫ് ഉപയോഗിക്കുകയില്ല എന്നുള്ള അബ്സല്യൂട്ട് കോൺഫിഡൻസ് വരുമ്പോഴാണ് ഞാൻ എന്റെ ചെക്ക് ലീഫ് എടുത്തു കൊടുക്കുന്നത്. അപ്പൊ ശിഷ്യന്മാരോട് പറയുമ്പോൾ പറയാം, വേണ്ട നാമത്തിൽ ചോദിക്കുന്നതെല്ലാം ചെയ്തില്ല. അബ്സല്യൂട്ട് കോൺഫിഡൻസ് ആണ് പറഞ്ഞത്. അവർക്ക് സ്വന്തമായൊരു സ്വന്തമായിട്ടൊരു താല്പര്യമില്ല. കർത്താവ് ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ മതി, എനിക്ക് പൂർണ്ണ ഹിതമാണെങ്കിൽ നീ കൂടെ ഈ സൈഡില് ഈ ചെക്ക് ലീഫിന്റെ സൈഡിലൊന്നും സൈൻ, കാരണം അവന്റെ സൈൻ ഉണ്ടെങ്കിൽ മേളിൽ പാസ്സാവും. നമ്മുടെ സൈൻ കൊണ്ട് മാത്രം പാസ്സാവും, അവന്റെ സൈനിലൂടെ വിട്ടെങ്കിൽ മാത്രമേ എഴുതാവുകയുള്ളൂ. അതുകൊണ്ടാണ് അവന്റെ നാമത്തിൽ ചോദിക്കുന്നത്. അത് നമുക്ക് ശരിയാണെന്ന് നമ്മൾ പറയും. അപ്പൊ ആ ഒരു ബന്ധത്തിൽ അങ്ങോട്ട് പറഞ്ഞ് സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു, നമ്മളെ സ്വർഗീയമായി അനുഗ്രഹിച്ചിരിക്കുന്നു, അതിന്റെ കൂട്ടത്തിൽ അവകാശിയുമാക്കി വെച്ചിരിക്കുന്നു. അവകാശം എന്ന് പറയുമ്പോഴേക്കും ഉപയോഗിക്കാൻ പറ്റാത്ത അവകാശത്തിന് എന്താ പ്രയോജനം? 10 കോടി ബാങ്കിലുണ്ട്, പക്ഷെ ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ എന്താ പ്രയോജനം? അതുകൊണ്ട് അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായി നമ്മുടെ ജീവിതത്തിൽ കവിത എന്നുള്ള ഉയർത്തുന്ന സാഹചര്യത്തിൽ നിങ്ങൾ അപ്പോസ്തലരുടെ ഭാഗത്ത് വായിച്ചു വെക്കുമ്പോൾ അപ്പോസ്തലനായ പത്രോസ് അവിടെ മുട്ടുകുത്തിയെന്ന് ദൈവത്തോട് കാണിച്ചു. കർത്താവ് ഈ കുഞ്ഞിന് വേണ്ടി ചെയ്യണം. അവരെല്ലാവരും പറഞ്ഞു കർത്താവ് ഒത്തിരി കാര്യങ്ങൾ ഈ കുട്ടി ചെയ്തതായിട്ട് പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദൈവത്തിന് മുമ്പായിട്ട് ദൈവം ആ കുട്ടി ഉയർപ്പിക്കും നിലയായിട്ടുണ്ട്. ഒരേ സാധനം നമ്മൾ കാര്യം മനസ്സിലാക്കണം. അപ്പോഴും ആ ശിഷ്യന്മാരെ പറഞ്ഞത് സ്വർഗത്തിലെ ദൈവം ശരിയാക്കുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ദൈവസഭയായിട്ട് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഇതൊക്കെ തന്നെയാണ് ഉണ്ടാകുന്നത്. നമ്മുടെ കർത്താവേ ദൈവത്തിന് ഹിതമെങ്കിൽ കർത്താവേ ആ ഒരു കാര്യം. അപ്പോഴും ചില കാര്യങ്ങളൊക്കെ ദൈവം ചെയ്യാതിരിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. യെസ്, ബിക്കോസ് ദർ ഈസ് എ അൾട്ടിമേറ്റ് പർപ്പസ് ഇൻ ഹിസ് മൈൻഡ്. അവന്റെ മനസ്സിൽ, ആ പിതാവിന്റെ മനസ്സിൽ ആ ചെക്ക് ലീഫ് സൈൻ ചെയ്യാതിരിക്കുന്നതിന് എന്തെങ്കിലും കാരണമുണ്ടാകും. അന്നേരം ഇവിടെ നമ്മൾ പറയുകയാണ്, യെസ് മൈ ഗോഡ് വിൽ പ്രൊവൈഡ്. പ്രൈസ് ദി ലോർഡ്. എന്റെ പിതാവ് എന്നെ കരുതിക്കൊള്ളും, എന്നെ നോക്കിക്കൊള്ളും എന്ന് വരെ. കാരണം ലാസ്റ്റ് മിനിറ്റ് വരെ അബ്രഹാമിന് വെച്ചുകൊണ്ടിരിക്കുക. ലാസ്റ്റ് മിനിറ്റ് കെട്ടുന്നത് വരെ, കെട്ടി വാളൂരുന്നത് വരെ അന്നേരം വരെ വെച്ചുകൊണ്ടിരിക്കുക. അന്നേരം പോലും ഉത്തരം കൊടുത്തില്ല അല്ലെ. വാളൂരി വെട്ടാൻ തുടങ്ങിയപ്പോഴാണ് പറയുന്നത് അബ്രഹാമെ ബാലന്റെ മേൽ. അത്രയും നേരം നമുക്ക് വരും അല്ലെ എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷെ God will provide. That's a trust and faith. It is not easy. It is not easy. പറയുന്നത് പോലെ എളുപ്പമല്ല. പക്ഷെ കർത്താവിലൂടെ നടക്കാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തുടങ്ങുന്നു. കർത്താവേ, I want to trust you in life. Let me go on. ഒന്ന് യോഹന്നാൻ 3-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു, Behold, 1 യോഹന്നാൻ 3-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം വേഗം വായിക്കാം. കാണുവിൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, കാണുവിൻ എത്ര വലിയ സ്നേഹം. What manner of love the God has bestowed on us, that we should be called. എന്തുമാത്രം സ്നേഹമാണ് ദൈവം നമുക്ക് വേണ്ടി ചൊരിഞ്ഞതെന്നറിയാമോ? ഹല്ലേലൂയ. We need to tell ourselves one thing, that God loves me. ദൈവം എന്നെ സ്നേഹിക്കുന്നു. ദൈവവചനം അത് പറയുന്നു. കാണുവിൻ എത്ര വലിയ സ്നേഹം പിതാവ് ചൊരിഞ്ഞിരിക്കുന്നു, എന്നെ ദൈവം മകനാക്കി തീർക്കുവാൻ, എന്നെ മകളാക്കി തീർക്കുവാൻ. God has bestowed, what manner of love the Father has bestowed on us, that we should be called children of God. Are you person who think that നിങ്ങളെ ആരും സ്നേഹിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ ഉണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം, God loves you. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നു, കാണുവിൻ എത്ര വലിയ സ്നേഹം. What manner of love the Father has bestowed on us, that we should be called children of God. Therefore the world does not know us. അത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും എല്ലാവർക്കും ആ പദവി കിട്ടുമെന്ന്. എല്ലാവർക്കും. ജോൺ ചാപ്റ്റർ 8 അത് വാക്കിയുടെ വായിച്ചു പോകാം. ജോൺ ചാപ്റ്റർ 8 യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം. അവർ അവനോട്, അബ്രഹാം ആകുന്നു ഞങ്ങളുടെ പിതാവ് എന്ന് ഉത്തരം പറഞ്ഞതിന് യേശു അവരോട്, നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. ഇവിടെ പറയുന്നത് സ്വാഭാവികമായും അവർക്ക് പറയാനായിട്ട് പറ്റും. ഇസ്രായേലിൽ അവർക്ക് പറഞ്ഞാൽ തൊട്ടുമേൽ എഴുതിയിട്ടുണ്ട്, I know that you are Abraham's descendants. എനിക്കറിയാം നിങ്ങൾ അബ്രഹാമിന്റെ പിൻഗാമികളാണ് എന്ന്. പക്ഷേ നിങ്ങൾ അബ്രഹാമിന്റെ പിൻഗാമികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മക്കളാണെന്ന് പറയാൻ പറ്റത്തില്ല. നിങ്ങളിപ്പോൾ ആരാണ് പറഞ്ഞിരിക്കുന്നത്? You are saying that Abraham is your father. If Abraham was your father,
അദ്ദേഹത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹിതം ചെയ്യാൻ നിങ്ങൾ ഇപ്പോൾ ആരാണ്? നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തികൾ ചെയ്യും. ആരാണ് പിതാവിന്റെ പ്രവൃത്തികൾ പഠിക്കുന്നത്? 44-ാമത്തെ വാക്യം, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ആരെ കുറിച്ച് പറയുന്ന? ആരെ കുറിച്ചാ പറയുന്നത്? ജാതികളെ കുറിച്ചല്ല പറഞ്ഞേ, ഇസ്രായേലിനെ കുറിച്ചാ പറഞ്ഞത്. You are of your father the devil. അപ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു കാര്യമല്ല ഈ പറയുന്ന പിതാവ് എന്നുള്ള പൊസിഷൻ. നമുക്ക് മക്കൾ എന്നുള്ള പൊസിഷൻ നമുക്ക് സ്വാഭാവികമായി കിട്ടുന്നതല്ല. എങ്ങനെയാണ് അത് കിട്ടുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവെ ആ രാജാവായി കടന്നു വരുവാൻ ഹൃദയത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അത് കിട്ടുകയുള്ളൂ. കർത്താവെ നീ എന്റെ ജീവിതത്തിൽ കർത്താവെ രാജാവായി കടന്നു വരണമേ, എന്റെ കുറവുള്ള ദൈവത്തിന്റെ സന്നിധി ഏറ്റു പറഞ്ഞ് അടുത്ത് വരുന്നവർക്ക് മാത്രമേ ഇത് ലഭിക്കൂ. അങ്ങനെ ആ വിശ്വാസത്തിൽ കർത്താവിന്റെ അടുക്കിലേക്ക് വരുന്നവർക്കാണ് ഈ മകൻ എന്നുള്ള പദവി കിട്ടുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി എല്ലാവർക്കും കിട്ടുകയില്ല. അപ്പോൾ യോഹന്നാനിൽ കടന്നു വരുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, Behold what manner of the love God has blessed on us. ദൈവം എനിക്ക് എത്ര വലിയ സ്നേഹം. എന്റെ ജീവിതത്തിലേക്ക് കർത്താവ് ഇത് ചെയ്യുമ്പോഴേക്കും പറയാം യെസ്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം, മക്കളാണെങ്കിൽ അവകാശികളാണെങ്കിൽ there is responsibilities. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ തരുമ്പോഴേക്കും റെസ്പോൺസിബിലിറ്റീസ് ഇല്ലാതെ അല്ല നമ്മുടെ ജീവിതത്തിൽ ഇത് തരുന്നത്. ചെക്ക് ബുക്ക് ആദ്യം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ദൈവം എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു, ചെക്ക് ബുക്ക് തരുന്നു, ദൈവത്തിന്റെ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാൽ അനുഗ്രഹിച്ചിരിക്കുന്നു, മക്കൾ എന്നുള്ള പദവി തരുന്നു. ഇനിയും നമുക്ക് വി ആർ നോട്ട് സ്ലേവ്സ്, നമ്മളിപ്പോൾ മക്കളാണ്. ഇതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ദൈവം ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ തിരിച്ച് നമ്മളോട് പറയാണ് യെസ്, when I give all these things I want you to be responsible. താഴെ വായിച്ച വാക്യം, രണ്ടാമത്തെ വാക്യം, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകൂ എന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകുമെന്ന് നാം അറിയുന്നു. അത് നമ്മുടെ ഒരു പ്രിവിലേജ് ആണ്. അടുത്ത വാക്യം, മൂന്നാമത്തെ വാക്യം, അവനിൽ ഈ പ്രത്യാശയുള്ളവരെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അതാണ് നമ്മുടെ സൈഡിൽ നിന്നുള്ള ചെറിയ ടോക്കൺ ഓഫ് റിട്ടേണിംഗ് ലവ്. ദൈവം ചെയ്തിരിക്കുന്ന സകല വലിയ കാര്യങ്ങൾക്ക് ഒരു ചെറിയ തിരിച്ച് ടോക്കൺ ഓഫ് ലവ് ഈസ് ദിസ്. അവനിൽ ഈ everyone who has this hope in him purifies himself. തന്നെ സൂക്ഷിക്കുന്നു, നിർമ്മലനായി സൂക്ഷിക്കുന്നു, just as he is pure. അവിടെയാണ് നമ്മുടെ ഹൃദയങ്ങളുടെ അവിടെ ഒരു കരച്ചിലുണ്ടാകുന്നത്. കർത്താവേ, നീ എന്നെ സഹായിക്കുന്നു, നീ എന്നെ നടത്തുന്നു, എന്നെ കരുതുന്നു, നീ എനിക്ക് പിതാവായിരിക്കുന്നു, എനിക്ക് കോൺഫിഡൻസ് ആയിരിക്കും, എല്ലാമായിരിക്കും സന്തോഷം. പക്ഷേ കർത്താവെ തിരിച്ച് നീ എന്നോട് ചോദിക്കുകയാണ്, everyone who has this hope in him purifies himself just as he is pure. കർത്താവെ, അവൻ ആഗ്രഹിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ, നോട്ടങ്ങൾ, പ്രവൃത്തികൾ, താല്പര്യങ്ങളെല്ലാം to be aligned with the Father. ആ പിതാവിന്റെ കൂടെ അബ്രഹാമിന്റെ വാക്യം നമ്മൾ വായിച്ചപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നു ടുഗദർ they went together. അവർ ഒന്നിച്ച് നടന്നുപോയി എന്ന് പറയുന്നു. അതുപോലെ പിതാവിന്റെ കൂടെ മകൻ ഒന്നിച്ച് നടക്കുന്നത് പോലെ ആ ദൈവത്തിന്റെ കൂടെ നമ്മളും ഒന്നിച്ച് നടക്കുകയാണ്. just as he is pure I am also ought to be pure. ഞാനും അവന്റെ കൂടെ ആ ഒരു നടപ്പിൽ നടക്കേണ്ടതാണ്. അവിടെയാണ് നമുക്ക് കൂട്ടായ്മ ഉണ്ടാകുന്നത്. അതാണ് നമ്മളുടേതായിട്ട് നമ്മുടെ സൈഡിലുള്ള കോളിംഗ്. കർത്താവിന്റെ സൈഡിൽ ഞാൻ വളരെ ഉത്സാഹിക്കുന്നു. കർത്താവേ, ലോർഡ്, എനിക്കൊരു പിതാവ് എന്നുള്ള കാര്യം ഭയങ്കരമായിട്ടൊരു ആശ്വാസം ഉണ്ടാകും. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിസ്ഥാനമല്ല എല്ലാ കാര്യവും. once you are built up in that, അതുകൊണ്ടാണ് be built up in the love of God. ദൈവത്തിന്റെ സ്നേഹത്തിൽ നമ്മൾ built up ആകുവാണെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും. നമുക്കില്ലാത്തത് നമുക്ക് ഒരിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ built up, I have a father, I know my God, I have known him. എനിക്ക് അറിഞ്ഞിരിക്കുന്നുണ്ട്, നമുക്ക് സ്വന്തമായിട്ട് പറയാൻ എൻ്റെ കഴിയും എന്ന്